ഹായ്, ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഗിറ്റിൻ്റെ യൂസസ് എന്തൊക്കെയാണ്. ഗിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വേർഷൻ കൺട്രോളിങ് സിസ്റ്റമാണ്. എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ടൈം കോഡിലുള്ള ചേഞ്ചസിനെ ഇത് ട്രാക്ക് ചെയ്യും. അപ്പം ഫസ്റ്റ് ഗിറ്റിനെ ഇൻസ്റ്റാൾ ചെയ്യണം. ഗിറ്റിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി git-scm.com സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ഞാൻ ലിനക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. വിൻഡോസ് യൂസേഴ്സ് ആണെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഫസ്റ്റ് ഗിറ്റിനെ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോർഡിനേറ്റ് ആയിട്ടുള്ള എന്നാ പറഞ്ഞത് ഡെവലപ്പേഴ്സിൻ്റെ വർക്കിങ്ങിനെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതായത് ഒരാളിപ്പോൾ ഒരു കോഡിലൊരു ചേഞ്ച് വരുത്തി, മറ്റേ ആളിപ്പോൾ ഇവിടെയല്ല, അയാൾ വേറൊരു സ്ഥലത്തായിരിക്കുന്നതെന്നോ എന്താണെന്ന് വെച്ചോ, അയാൾക്കപ്പോൾ ആ ചേഞ്ച് വേണം. അയാൾക്ക് സിംപ്ലി ഗിറ്റിൻ വെച്ച് ഇനിഷ്യലൈസ് ചെയ്തിട്ടുള്ളൊരു പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ചേഞ്ച് വരുത്തിയ സാധനങ്ങളെ പുള്ളി ചെയ്തെടുക്കാനൊക്കെ വെക്കും. പിന്നെ ആര് ഏത് സമയത്ത് എന്ത് ചേഞ്ച് വരുത്തിയെന്നെല്ലാം നമുക്ക് ട്രാക്ക് ചെയ്യാൻ വെക്കും. അതുകൂടാതെ എപ്പം വേണേലും നമ്മുടെ പഴയ കോഡിലേക്കൊക്കെ നമുക്ക് റിവേർട്ട് ബാക്ക് ചെയ്ത് പോകാനൊക്കും, റിവേർട്ട് ചെയ്യാനൊക്കും. പിന്നെ ഗിറ്റ് ഓൾവേസ് ഒരു ലോക്കൽ റെപ്പോയും ക്രിയേറ്റ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ഇതിനെ റിമോട്ട് റെപ്പോയിലോട്ടും പുഷ് ചെയ്യാനൊക്കും. അപ്പം ഫസ്റ്റ് ഗിറ്റിനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സാമ്പിൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഗിറ്റ് ബേസിക്സ് എന്ന് വെച്ചോ, ഞാനൊരു സാമ്പിൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. VS കോഡ് ലൈനെ ഓപ്പൺ ചെയ്തു. ഇതിലൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക, ഒരു index.html എന്ന് പറഞ്ഞൊരു ഫയൽ. അപ്പം ഈ ഫയലിൽ ഞാൻ കുറച്ച് കണ്ടൻറ്റും ആഡ് ചെയ്തു. ഫസ്റ്റ് ഇതിൽ ഗിറ്റിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിറ്റ് ഇനിറ്റ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. ഈ ഡയറക്ടറിക്കകത്തിൽ ചെന്നിട്ട് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് ആണെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് വെച്ചിട്ട് ഈ ഡയറക്ടറിക്കകത്തിലോട്ട് സ്വിച്ച് ചെയ്തിട്ട് നമ്മൾ ഗിറ്റ് ഇനിറ്റ് എന്ന് പറഞ്ഞൊരു കമാൻഡിനെ ഇനിഷ്യലൈസ് ചെയ്യണം. ഗിറ്റ് ഇനിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇനിഷ്യലൈസ് ചെയ്യും, ഒരു ലോക്കൽ ഗിറ്റ് റെപ്പോയിനെ ഇനിഷ്യലൈസ് ചെയ്യും. നമ്മൾ ഗിറ്റ് ഇനിറ്റ് കൊടുത്തു, ഇതൊരു empty ഗിറ്റ് റെപ്പോ ഇനിഷ്യലൈസ് ചെയ്യുമെന്ന് പറയുന്നു. സത്യത്തിൽ ഇതെന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്ടറിക്കകത്തിലൊരു ഹിഡൻ ആയിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. ഇത് നമ്മുടെ ലോക്കൽ റെപ്പോ ഇതായിരിക്കും ട്രാക്ക് ചെയ്യുന്നത് നമ്മുടെ കോഡിൽ ഉള്ള ചേഞ്ചസും എല്ലാം. സോ ഇപ്പോൾ നമ്മുടെ ഗിറ്റ് ഇനിഷ്യലൈസ് ആയിട്ടുണ്ട്. ഇനിയിപ്പം സപ്പോസ് എനിക്ക് ഫയൽസിനെ ഒക്കെ ഗിറ്റിലോട്ട് ആഡ് ചെയ്യണം, അതായത് സ്റ്റേജിങ് ഇൻഡെക്സ് ചെയ്യണം. ഇൻഡെക്സ് ചെയ്യണമെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിറ്റ് ആഡ് എന്ന് പറഞ്ഞൊരു കമാൻഡാണ്. ഗിറ്റ് ആഡ്, ആ ഫയലിൻ്റെ പേരെന്താണോ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചേഞ്ചസിനെ ഈ എന്നാ പറയുന്നത് ഈ ഫയൽസിനെ എല്ലോടെ സ്റ്റേജിങ് ഇതിലോട്ട് മാറ്റും, ഈ ഇൻഡെക്സ് ചെയ്യാൻ വേണ്ടി മാറ്റും. എന്നിട്ട് ഞാനിതിനെ എപ്പോഴാണോ കമ്മിറ്റ് ചെയ്യുന്നത് അന്നേരമായിരിക്കും ഈ ചേഞ്ചസ് ഫൈനലി സേവ് ആകുന്നത്. കമ്മിറ്റിൻ്റെ സിൻടാക്സ് ഇതാണ്, ഗിറ്റ് കമ്മിറ്റ്, പിന്നെ -m കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂടെ മെസ്സേജോടെ പാസ് ചെയ്യാം എന്ത് ചേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന്. ഇതിപ്പോൾ ഞാൻ ഇനിഷ്യൽ സെറ്റപ്പ് എന്ന് വെച്ച് കൊടുത്തു, സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പം നടക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ചിലപ്പോൾ ഓരോ ഡെവലപ്പേഴ്സിനും ഓരോ ടാസ്കൊക്കെ ആയിരിക്കും അസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോ ഫയലിലും ഒക്കെ ആയിരിക്കും ചേഞ്ചസ് വരുത്തുന്നത്. അവരപ്പോൾ എല്ലാവരും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ അവരുടെ ചേഞ്ചസ് വരുത്തിയിരുന്ന ഫയൽസിനെ ഗിറ്റ് ആഡ് കമാൻഡ് വെച്ചിട്ട് ആഡ് ചെയ്യും. എന്നിട്ട് ഗിറ്റ് കമ്മിറ്റിൻ്റെ അകത്തിൽ ഒരു മെസ്സേജ് ആഡ് ചെയ്യും എന്ത് ചേഞ്ചസ് ആണ് അതിലുള്ളതെന്ന്. അപ്പം വേറൊരാൾക്ക് നോക്കാൻ നേരം ഇത് സിംപ്ലി എന്താ ചേഞ്ചസ് എന്നുള്ളതെല്ലാം പെട്ടെന്ന് മനസ്സിലാകും. ഓക്കെ, ഇതിപ്പോൾ ആക്ച്വലി നമ്മുടെ ലോക്കൽ റെപ്പോ ആണ്. നമുക്കിപ്പം റിമോട്ട് റെപ്പോയിലോട്ട് പുഷ് ചെയ്യണം. ഇപ്പം ഒരുപാട് പേരൊക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിമോട്ട് റെപ്പോയിലോട്ട് നമുക്ക് പുഷ് ചെയ്യണമെന്ന് വെച്ചാൽ ലോക്കൽ റെപ്പോ ആണെന്ന് പറഞ്ഞാൽ ലോക്കലി കുറേ പേര് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാം. ഇതിപ്പോൾ റിമോട്ട് റെപ്പോയിലോട്ട് നമുക്ക് പുഷ് ചെയ്യണമെന്ന് വെച്ചാൽ അതിനു വേണ്ടി ഉള്ള ഒരു കമാൻഡാണ് ഗിറ്റ് പുഷ് എന്ന് പറയുന്നത്. ഗിറ്റ് പുഷ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ചേഞ്ചസിനെ, കമ്മിറ്റ് ചെയ്ത ചേഞ്ചസിനെ നമ്മുടെ റിമോട്ട് റെപ്പോസിറ്ററിയിലോട്ട് പുഷ് ചെയ്യാൻ. മേ ബി ഗിറ്റപ്പ് അതിനൊരു എക്സാമ്പിളാണ്, ബിറ്റ് ബക്കറ്റ്, അങ്ങനെയുള്ള റെപ്പോയിലോട്ട് നമുക്ക് പുഷ് ചെയ്യാം. പിന്നെ ഗിറ്റ് പുൾ എന്ന് പറഞ്ഞൊരു കമാൻഡുണ്ട്. ഗിറ്റ് പുൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെപ്പോയിലെ ചേഞ്ചസിനെ നമുക്ക് ലോക്കലി ഇങ്ങോട്ട് പുള്ള് ചെയ്തെടുക്കാൻ വേണ്ടി, അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഗിറ്റ് പുൾ എന്ന് പറഞ്ഞ കമാൻഡ്. സോ നമുക്കിവിടെ ഗിറ്റ് പുഷ് എന്ന് പറഞ്ഞ കമാൻഡ് ഇപ്പോൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു റിമോട്ട് റെപ്പോ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നമുക്കൊരു റിമോട്ട് റെപ്പോയിനെ ഗിറ്റപ്പിൽ സെറ്റ് ചെയ്യാം. നമുക്കൊരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാം. ഗിറ്റ് ബേസിക്സ് എന്ന് പറഞ്ഞ റെപ്പോസിറ്ററി ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്.
ഓക്കെ, റെപ്പോ ഇപ്പം ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ റെപ്പോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗിറ്റ് ഇനിറ്റ് റൺ ചെയ്യണം, റീഡ്മി ഫയലിനെ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഗിറ്റ് ഇനിറ്റ് നമ്മൾ ഓൾറെഡി റൺ ചെയ്തു. നമ്മൾ നമ്മുടെ ഫയലിനെ ആഡ് ചെയ്തായിരുന്നു ഗിറ്റ് ആഡ് വെച്ചിട്ട്. ഓക്കെ, ദെൻ കമ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ കമ്മിറ്റും ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഗിറ്റ് റിമോട്ട് ആഡ് ഒറിജിൻ ഒരു URL. ഇതെന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിമോട്ട് റെപ്പോയിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് നമ്മുടെ പ്രൊജക്റ്റിൽ ആ റിമോട്ട് റെപ്പോയിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡ്. അത് ജസ്റ്റ് നമ്മുടെ ഇതിൽ റൺ ചെയ്യുക, നമ്മുടെ കറണ്ട് പ്രൊജക്റ്റ് ഏതാണോ അതിൽ. ദെൻ അവർ പറയുന്നത് ഗിറ്റ് പുഷ് -u ഒറിജിൻ മാസ്റ്റർ എന്ന് പറഞ്ഞ കമാൻഡ് റൺ ചെയ്യണം. നമ്മൾ ഈ കമാൻഡ് റൺ ചെയ്യുമ്പോൾ എന്നാ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഈ ഡയറക്ടറിയിൽ നമ്മൾ കമ്മിറ്റ് ചെയ്ത ചേഞ്ചസിനെ കംപ്ലീറ്റ് ചെയ്ത് ഈ റെപ്പോയിലോട്ട് പുഷ് ചെയ്യും. ഗിറ്റ് ആക്ച്വലി ബ്രാഞ്ചസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൂടെ ഉണ്ട്. മാസ്റ്റർ ബ്രാഞ്ച് കാണും, അതല്ലാതെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള ബ്രാഞ്ചസ് ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഓതറൈസേഷൻ്റെ ഒരു മോഡ്യൂൾ നമ്മൾ ചെയ്തു, നമുക്കത് ഓതറൈസേഷൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ടാക്കി അതിലോട്ട് പുഷ് ചെയ്യാം. സെയിൽസിൻ്റെ ഒരു മോഡ്യൂൾ ചെയ്തു, അത് നമുക്ക് സെയിൽസ് എന്ന് പറഞ്ഞ് വേറൊരു ബ്രാഞ്ച് ഉണ്ടാക്കി പുഷ് ചെയ്യാം. അപ്പം വേറൊരാൾക്ക് ഇതിൻ്റെ എടുക്കണമെന്ന് വെച്ചാൽ വേറൊരു ഡെവലപ്പറിൻ്റെ ഒരു എടുക്കണമെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഈ സ്പെസിഫിക് ബ്രാഞ്ചിൽ നിന്ന് എടുക്കാനൊക്കെ വെക്കും. അപ്പോൾ നമ്മൾ ഇവർ പറഞ്ഞതിലൂടെ ഇപ്പം ഗിറ്റ് പുഷ് -u ഒറിജിൻ കമാൻഡ് റൺ ചെയ്യുന്നു. എൻ്റെ ഗിറ്റപ്പിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കുന്നു. വൺസ് നമ്മളത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ authentication failure. ഓക്കെ, ഇപ്പം നമ്മുടെ ലോക്കൽ റെപ്പോയിലെ ചേഞ്ചസിനെ കംപ്ലീറ്റ് അത് റിമോട്ട് റെപ്പോയിലോട്ട് പുഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണാം നമ്മുടെ index.html ഫയൽ ഇവിടെ വന്നു. അത് എപ്പോഴാണ് ലേറ്റസ്റ്റ് കമ്മിറ്റ് ചെയ്തതെന്നുള്ളതും എല്ലാം ഇവിടെ വന്നു. ഓക്കെ, ഇനി നമ്മൾ ബ്രാഞ്ചിനെ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. സപ്പോസ് ഞാൻ ഇതിൽ ഒരു ഫയലൂടെ ക്രിയേറ്റ് ചെയ്തു, js.js ഇൻഡിക്കേറ്റ് ഒരു ഫയലിനോട് ഞാൻ നമ്മുടെ ഡയറക്ടറിക്കകത്തിൽ ക്രിയേറ്റ് ചെയ്തു, നമ്മുടെ പ്രൊജക്റ്റ് ഡയറക്ടറിക്കകത്ത് ക്രിയേറ്റ് ചെയ്തു. എനിക്ക് ഇപ്പോഴത്തെ ഈ ഫയലിനെ ഈ ചേഞ്ചസിനെല്ലോടെ വേറൊരു ബ്രാഞ്ചിലോട്ട് പുഷ് ചെയ്യണമെന്ന് വെച്ചു. അപ്പോൾ ഒരു പുതിയ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഗിറ്റ് ചെക്കൗട്ട് -b ബ്രാഞ്ചിൻ്റെ പേര്. ഞാൻ p1 ഡെവലപ്മെൻറ്റ് JS എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുമെന്ന് വെച്ചോ. അപ്പം നമ്മുടെ പുതിയ ബ്രാഞ്ചിലോട്ട് നമ്മളിപ്പം അതിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ചെക്കൗട്ട് ചെയ്തു. ഇതിൽ ഈ ചെക്കൗട്ട് -b എന്നുള്ള കമാൻഡ് കൊടുത്തിട്ട് അതിന് ശേഷം നമ്മൾ കൊടുക്കുന്നത് നമ്മളുടെ ബ്രാഞ്ചിൻ്റെ പേരാണ്. എന്ത് പേരാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്. ഇത് ഓട്ടോമാറ്റിക്കലി ആ ബ്രാഞ്ചിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലോട്ട് സ്വിച്ച് ചെയ്യും. നമ്മൾ കുറച്ച് മുമ്പ് ഓർമ്മയുണ്ട്, നമ്മളൊരു കമാൻഡ് റൺ ചെയ്തായിരുന്നു ഗിറ്റ് പുഷ് -u ഒറിജിൻ മാസ്റ്റർ. ഇത് ആക്ച്വലി നമ്മുടെ ചേഞ്ചസിനെ മാസ്റ്റർ ബ്രാഞ്ചിലോട്ടായിരുന്നു പുഷ് ചെയ്തത്. എനിക്കിനി ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത p1 dev js ബ്രാഞ്ചിലോട്ട് പുഷ് ചെയ്യണമെന്ന് വെച്ചോ. അതിന് മുമ്പ് ഞാൻ ഗിറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു കമാൻഡുണ്ട്. ഗിറ്റ് സ്റ്റാറ്റസ് കൊടുത്തു കഴിഞ്ഞാൽ കറൻ്റ്ലി അൺട്രാക്ഡ് ആയിട്ടുള്ള ഫയൽസിനെ അത് ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അതായത് നമ്മൾ ചേഞ്ചസിനെ ഇൻഡെക്സ് ചെയ്ത് കമ്മിറ്റ് ചെയ്യാത്ത അൺട്രാക്ഡ് ആയിട്ടുള്ള ഫയൽസിനെ കാണിക്കും. അപ്പം വെനെവർ നമ്മൾ പുതിയൊരു ഫയൽ ആഡ് ചെയ്യുകയോ നമ്മൾ ചേഞ്ച് വരുത്തുകയോ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആദ്യം ആ ചേഞ്ചിനെ ആഡ് ചെയ്യണം. അതിനുള്ള കമാൻഡാണ് ഗിറ്റ് ആഡ് എന്ന് പറയുന്നത്. ഗിറ്റ് ആഡ് -a കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള കംപ്ലീറ്റ് ചേഞ്ചസിനെ ഒറ്റയടിക്ക് അത് ആഡ് ചെയ്യും. അതുകൂടാതെ നമുക്ക് ഓരോ ഫയലായിട്ട് തന്നെ കൊടുക്കാൻ നിൽക്കും. നമ്മൾ നേരത്തെ index.html ആഡ് ചെയ്തതിൻ്റെ കൂട്ട്, അതായത് ഗിറ്റ് ആഡ് index.html നമ്മൾ കൊടുത്തതിൻ്റെ കൂട്ട് ഇവിടെ ഇപ്പം ഞാൻ ഗിറ്റ് ആഡ് -a കൊടുക്കുകയാണ്. എല്ലാ ചേഞ്ചസിനെയും അതപ്പം ആഡ് ചെയ്ത് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി ഗിറ്റ് കമ്മിറ്റ് കമാൻഡിൻ്റെ കൂടെ -m ഞാൻ സ്പെസിഫൈ ചെയ്തൊരു മെസ്സേജ് എന്താ വെച്ചാൽ പാസ് ചെയ്യാൻ ന്യൂ JS ഫയൽ എന്ന് വെച്ചോ കൊടുത്തു. ഞാൻ ഇനി ഇതിനെ നമ്മുടെ പുതിയ ബ്രാഞ്ചിലോട്ട് പുഷ് ചെയ്യാമെന്ന് വെച്ചാൽ p1 dev JSലോട്ട്. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് കമാൻഡ് ഗിറ്റ് പുഷ് ഒറിജിൻ, എന്നിട്ട് നമ്മുടെ ബ്രാഞ്ചിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അത് എൻ്റർ ചെയ്തു. വീണ്ടും നമ്മുടെ ക്രെഡൻഷ്യൽസ് എൻ്റർ ചെയ്തു. ഈ
യൂസർ നെയിം എല്ലാം ആക്ച്വലി എപ്പോഴും എൻ്റർ ചെയ്യേണ്ടതായിട്ടില്ല, നമുക്ക് ഗ്ലോബലി അത് സെറ്റ് ചെയ്യാനൊക്കെ വെക്കും. ഓക്കെ, നമ്മളപ്പം ആ ചേഞ്ചിനെ നമ്മുടെ ന്യൂ ബ്രാഞ്ചിലോട്ട് അത് പുഷ് ചെയ്ത് നമുക്കിനി ഒന്ന് ഇവിടെ അത് റിഫ്ലക്റ്റ് ആയി നോക്കാം. ഓക്കെ, നമ്മളിപ്പം നിൽക്കുന്നത് മാസ്റ്റർ ബ്രാഞ്ചിലാണ്. മാസ്റ്റർ ബ്രാഞ്ച് നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പം ഉണ്ടാക്കിയ സബ് ബ്രാഞ്ച് കാണിക്കും p1.dev.js എന്നുള്ളത്. ആ ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാൽ അതാണ്ട് നമുക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ JS ഫയലും ഉണ്ട്. മാസ്റ്റർ ബ്രാഞ്ചിൽ ഇപ്പം അതില്ല. ഓക്കെ, ഇനിയിപ്പോൾ സപ്പോസ് ഞാൻ ഇവിടെ ഒരു ചേഞ്ച് വരുത്തി, ഇവിടെ ചേഞ്ച് വരുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് അത് വേറൊരു ഡെവലപ്പറാണെന്ന് വെച്ചോ. ആ ഡെവലപ്പർ ഇതിൻ്റെ അകത്തിൽ ഈ ഫയലിൻ്റെ അകത്തിൽ എന്തെങ്കിലും ആഡ് ചെയ്തെന്ന് വെച്ചോ. ഇത് കോഡിൽ തന്നെ ആയിരിക്കും നമ്മൾ അങ്ങനെ ആഡ് ചെയ്ത്, ഞാനിവിടെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഫയലിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയെന്ന് വെച്ചോ. ഓക്കെ, വേറൊരു ഡെവലപ്പർ ഒരു ഫയലിൽ ചേഞ്ച് വരുത്തി. അപ്പോൾ ഈ ചേഞ്ചിനെ നമുക്ക് വേണം നമ്മുടെ ഇതിൽ കിട്ടണം. നമ്മുടെ ഇപ്പോഴത്തെ കോഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അറിയാം, ഈ JS ഫയലിനകത്ത് ആ ചേഞ്ച് ഇല്ല. അത് റിമോട്ട്ലി ഒരാൾ ചെയ്ത ചേഞ്ചാണ്. അതിന് ഞാൻ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഗിറ്റ് പുൾ എന്ന് പറഞ്ഞ കമാൻഡ്. ഗിറ്റ് പുൾ ഒറിജിൻ, നമ്മുടെ ബ്രാഞ്ച് ഏതാണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്രാഞ്ചിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടോ അതിനെ ലോക്കലി കൊണ്ടുവരുതാ. നമുക്കിപ്പം ആ വന്ന ചേഞ്ചിനെ നമ്മുടെ ലോക്കൽ റെപ്പോയിലോട്ട് അത് ആഡ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഉള്ള കമാൻഡ്സ് ഇത്രയാണ്. ഒരു ഗിറ്റിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഗിറ്റ് ഇനിറ്റ് എന്ന് പറഞ്ഞ കമാൻഡാണ്. എന്നിട്ട് നമ്മൾ ആ ചേഞ്ചസിനെ ഇൻഡെക്സ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യണം. അതിന് യൂസ് ചെയ്യുന്ന കമാൻഡ് ഗിറ്റ് ആഡ്, ദെൻ ആ ഫയൽ നെയിം, ദെൻ നമ്മൾ ഈ ചേഞ്ചസിനെ കമ്മിറ്റ് ചെയ്യണം. അതിനുള്ള കമാൻഡ് എന്ന് പറഞ്ഞാൽ ഗിറ്റ് കമ്മിറ്റ് -m, ദെൻ ദ മെസ്സേജ് എന്താണോ ചേഞ്ച് എന്നുള്ളത് നമ്മൾ പറയാൻ വേണ്ടിയുള്ള മെസ്സേജ്. ദെൻ നമ്മളിപ്പം റിമോട്ട് റെപ്പോയിലോട്ടാണ് ഇതിനെ പുഷ് ചെയ്യാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള കമാൻഡാണ് ഗിറ്റ് പുഷ് ഒറിജിൻ, ദെൻ നമ്മുടെ ബ്രാഞ്ച് നെയിം, നമ്മൾ ഉണ്ടാക്കിയ ബ്രാഞ്ച് എന്ന് വെച്ചാൽ അത്. ഇപ്പം മാസ്റ്റർ ബ്രാഞ്ചിലോട്ട് പുഷ് ചെയ്യണമെങ്കിൽ ഗിറ്റ് പുഷ് ഒറിജിൻ മാസ്റ്റർ കൊടുത്താലും മതി, അത് മാസ്റ്റർ ബ്രാഞ്ചിലോട്ട് പുഷ് ചെയ്യും. പിന്നെ നമുക്ക് പുതിയൊരു ബ്രാഞ്ചിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത കമാൻഡാണ് ഗിറ്റ് ചെക്കൗട്ട് -b ബ്രാഞ്ച് നെയിം. അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ബ്രാഞ്ചിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ബ്രാഞ്ചിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് കൂടെ ചെയ്യും. അപ്പം ബേസിക്കലി ഗിറ്റ് നമുക്കൊന്ന് റൺ ചെയ്യാനുള്ള കമാൻഡ്സ് ഇത്രയാണ്. അപ്പോൾ താങ്ക്സ്.